ഹലോ ഗൈസ്, സൂക്ഷിച്ച് നോക്കണ്ട, ഇത് ഞാൻ തന്നെയാ. അപ്പോൾ കഥകളിയുടെ മൂവ്മെൻറ്റ്സൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത് എല്ലാവരും സ്റ്റേജിൽ കയറ്റുമ്പോൾ എന്നോട് ഈ കഥകളീൻ്റെ ചേട്ടന്മാരും ചോദിക്കാൻ തുടങ്ങി, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ടീച്ചർ എന്താ കഥകളി കെട്ടാത്തതെന്ന്. ടീച്ചർ ആക്ച്വലി കഥകളി കെട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ വർക്ക് എന്ന് വെച്ചാൽ മോഹിനിയാട്ടം കഥകളി എല്ലാം മിക്സായിട്ടാണ് വരും. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ കഥകളി എനിക്ക് കെട്ടാൻ പറ്റാറില്ല, കാരണം അവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പം മോഹിനിയാട്ടം വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞൊരു വർക്ക് വന്നപ്പോൾ ഞാനങ്ങ് കെട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ്. മീൻസ് കഥകളി കെട്ടുന്നതിൻ്റെ വീഡിയോ അല്ല, കഥകളി അഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ്. മീൻസ് 12 കിലോ 15 കിലോ ഉള്ള ഈ ഇത്രയും വെയിറ്റുള്ള സാധനം ഫുൾ ഊരുന്ന ആ മൊമെൻ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് എൻജോയ്. ഡ്രസ്സ് ഊരിയേന് നമുക്ക് മുഖത്തെടുത്ത് എങ്ങനെയാണ് ഊരുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത്. ഈ പനയോല അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതിനാണ് ചുട്ടി എന്ന് പറയുക. ഈ ചുട്ടി അഴിക്കുവാണ്, ചുട്ടി വരുന്നൊരു സാധനമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഞാൻ കളകളകളാന്ന് സംസാരിക്കുന്ന ആളാണ്. കുഴപ്പമില്ല, മാനേജ് ചെയ്തു. വെളിച്ചെണ്ണയാണ് കഴുകാൻ ഉപയോഗിച്ചത്. പിന്നെ അതിനുശേഷം ഫേസ് വാഷ് ഇട്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വ്യൂ കാണുന്നുണ്ട് ഞാൻ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കണേ. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അപ്പോൾ സ്കിപ്പടിച്ച് പോവല്ലേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പോവണേ. ഇപ്പം തന്നെ മറക്കല്ലേ, ഒന്ന് എന്തായാലും ചെയ്യണേ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യണേ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഞാനും തിരിച്ച് ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, ബായ്.